അപ്പോൾ ഇന്ന് ഒരു മേക്കപ്പ് ഷൂട്ട് ഡേ ആണ്. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അപ്പോൾ ഫൈനലി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മേക്കപ്പ് ഷൂട്ട് ഡേ ആണ്. സമയതാ. അപ്പോൾ ഞാൻ നേരത്തെ കാലത്തെ തന്നെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതിൻ്റെ മുന്നേ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ കളർ സാരിയിൽ. അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്യേണ്ട വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ. ഇതാ ഒരാളും കൂടെ ഉണ്ട്. ഹായ്. അപ്പം എന്തായാലും നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അപ്പം ഞാനിതാ നീനു ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ചധികം ജ്വല്ലറി ഒക്കെ ഞങ്ങൾ ഫുൾ നാളെ ഗോൾഡാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാല. അത് കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്നും ഒറിജിനൽ ഗോൾഡ് അല്ല കേട്ടോ. ഇത് നമ്മുടെ പറക്കാട്ട് ജ്വല്ലേഴ്സും ആയിട്ടുള്ള ഒരു കൊളാബാണ്. അപ്പം നമ്മളെ നാളത്തെ ലുക്ക് വരുന്നത് ഒരു പക്ക കേരള ടെമ്പിൾ ലുക്കാണ് കേട്ടോ. ബ്രൈഡ് ആ ഒരു ടൈപ്പ് ലുക്കാണ്. അപ്പോൾ അതിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ നീനു ചേച്ചി പോയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കയ്യിൽ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നേ. സ്റ്റിക്കർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. നീനു ചേച്ചി ക്യാമറേൻ്റെ ബാക്കിലാണ്. അതെ, ഞങ്ങൾ മാസ്ക് ഇടാൻ പോകുന്നു. അങ്ങനെ നമ്മൾ മേക്കപ്പ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രൈഡായിട്ടുണ്ട്. ലൈറ്റ് ഓണാക്കി. അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ടാക്കി. എനിക്ക് മേക്കപ്പിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ നീനു ചേച്ചിനെ കുറിച്ച് പറയാം. നീനു ചേച്ചി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ നീനു ചേച്ചിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഇത് മൂന്നാമത്തെ ഷൂട്ടാണേ. അപ്പോൾ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്ന ടൈം തൊട്ട് ആൾ അതുമായിട്ട് ഭയങ്കര ഒരു എൻഗേജ്ഡ് ആയിരിക്കും. ഫുൾ ടൈം അത് തന്നെ ആയിരിക്കും കേട്ടോ മൈൻഡിൽ. അപ്പോൾ അറ്റേ ടൈം നമ്മളെ വിളിക്കുകയും ചെയ്യും. ഒരു ദിവസം തന്നെ നമ്മളെ 2-3 തവണയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ള ഒരാളാണ്. അടുത്തതായി നമ്മൾ ഇനി ഐ മേക്കപ്പ് ചെയ്യാൻ പോകുന്നതാണ് അല്ലേ? അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, എനിക്കിങ്ങനെ ഈ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ നീനു ചേച്ചിനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പം നെക്സ്റ്റ് ഇനി നമ്മൾ ഐലാഷസ് വയ്ക്കാൻ പോവുകയാണ്. യെസ്, ഫൈനലി നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിലേക്കാണ്. നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വെൽക്കം. ആ ചിരിക്കുന്ന സൗണ്ടിൻ്റെ ഉടമയാണ് നീനു ചേച്ചി. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞ് ഇനി ലാസ്റ്റായിട്ടൊരു മസ്കാരയും കൂടെ ഇടാണ്ട് നമുക്ക് എയർ ബ്രഷ് മേക്കപ്പ്. ഞാൻ സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് കുറഞ്ഞു പോയി. എന്നാലും ഇപ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര നീറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ ഫേസിന്. നീനു ചേച്ചി ചെയ്തതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. അതെ, നീനു ചേച്ചി ഒരു ടാലൻറ്റഡ് ഗേളാണ്. അപ്പോൾ ഫൈനലായിട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നീനു ചേച്ചി എത്രത്തോളം എഫേർട്ട് ഇതിനിടുന്നുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത്. അതാണ് എയർ ബ്രഷിൻ്റെ പ്രോപ്പർട്ടീസ്. അങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കുകൾ. നീനു ചേച്ചി കണ്ടോ മിക്സ് ചെയ്യണം. ഞാൻ നീതു എന്നല്ലേ പറയുന്നത്, നീനു ചേച്ചി ഇതിൽ മിക്സ് ചെയ്യണം.
അപ്പം നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്, ഞാൻ നീനു ചേച്ചിനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. നീനു ചേച്ചിൻ്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ എന്നെ വിളിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നീനു ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഭയങ്കര കമ്പനിയായി. ഇപ്പം എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സമയത്തൊക്കെ നീനു ചേച്ചി ഓരോ വെറൈറ്റി ഐഡിയാസുമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യും. അതെനിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഒരു മാല ഇട്ടിട്ടുണ്ട്, ഒരു കമ്മി. നമുക്ക് അടുത്ത ഹെയർ സെറ്റ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് നീനു ചേച്ചിനെ കണക്ട് ചെയ്യാൻ പറ്റിയത് നമ്മളൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെയും നമ്മളൊരാൾ ഷൂട്ടിന് വിളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് അത് ഒരു വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ അതാ നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത മേക്കപ്പാണ്. ഇപ്പം ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമ്മൾ മേക്കപ്പും ഹെയറും ഒക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് സാരി എടുത്തിട്ട് വരാം ഗൈസ്. ഞങ്ങളുടെ കംപ്ലീറ്റ് എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് എൻ്റെ കല്യാണത്തിന് അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ഗോൾഡ്. നമുക്ക് ഓർണമെന്റ്സ് ഓരോന്നായി ഇടാം. അപ്പോൾ ഇതെല്ലാം കണ്ടാൽ നല്ല റിയൽ ഗോൾഡ് പോലെ തന്നെയാട്ടോ തോന്നുന്നത്. അപ്പോൾ ഗോൾഡിന് വേണ്ടിയിട്ട് അത്രയും പൈസ ചിലവാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊക്കെ എന്തായാലും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ആ ലുക്ക് കംപ്ലീറ്റ് ആയി. സംഭവം നല്ല അടിപൊളിയായിരുന്നേ. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയി കേട്ടോ. നീനു ചേച്ചിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. നീനു ചേച്ചി തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഓരോ ആംഗിളിൽ നിന്ന് വ്യത്യസ്തമായ ഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഫോട്ടോ എടുക്കുന്നത് അമീൻ ചേട്ടനാണ്. അപ്പോൾ നമ്മളെ മുന്നത്തെ എല്ലാ ഷൂട്ടും അമീൻ ചേട്ടൻ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് അന്ന് വല്ലാതെ മഴ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം മഴയുള്ള സമയം തന്നെ ആയിരുന്നു. മഴ ജസ്റ്റ് ഒന്ന് പെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വേഗം നിന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കുറേ ഷോട്ടുകളൊക്കെ എടുക്കാൻ പറ്റിയേ. നമ്മൾ ഒരു 9:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയത്. അതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഫൈനലി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ അമ്പലത്തിൽ വന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇതാണ്. അപ്പം ഞാനിതിൻ്റെ ഫൈനൽ ഒരു ഔട്ട് വീഡിയോ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ തരുന്നൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ, അത് വേറെ തന്നെയാണ്. മനോഗതം ഭവ അറിഞ്ഞേ ശുഭാർദ്രമായ ദിനം സലോലം സുന്ദരമേ രവണ സേവ സാദരം. ഓക്കെ, ഹായ് ഹായ്. ഇതാണ് എല്ലാം. അതെ, കഴിഞ്ഞു. ശുഭം.